നമ്മുടെ രാജ്യസ്നേഹികൾ വീണ്ടും തലപൊക്കി തുടങ്ങിയിട്ടുണ്ട്. വെള്ളത്തിൽ കിടക്കുന്ന തവളകളെ ഓർമ്മിപ്പിക്കുന്ന ചില BJP നേതാക്കൾ ഇടയ്ക്കിടെ ഉപരിതലത്തിലേക്ക് പൊങ്ങി വന്ന് ശ്വാസം വിടുന്ന പോലെ ചില പ്രസ്താവനകൾ നടത്തിയിട്ട് താഴേക്ക് ഊളിയിട്ടു പോകും. ഇവരിൽ പലരെയും 4 പേർ അറിയുന്നത് തന്നെ ഈ പ്രസ്താവനകളുടെ പേരിലാണ്. സമീപ ദിവസങ്ങളിൽ ഇത്തരം പ്രസ്താവനകൾ നടത്തിയ വിദ്വാൻമാരെക്കുറിച്ച് നമ്മൾ ഒരുപാട് പറഞ്ഞതിനാൽ ഇനിയും അതിലേക്ക് കടക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ അരങ്ങിലെത്തിയിരിക്കുന്നത് മധ്യപ്രദേശ് ഉപമുഖ്യമന്ത്രി ജഗദീഷ് ദേവ്ഡയാണ്. നമ്മുടെ രാജ്യവും സൈന്യവും സൈനികരും പ്രധാനമന്ത്രി മോദിയുടെ കാൽക്കൽ തലകുമ്പിട്ട് നിൽക്കുന്നു, രാജ്യം മുഴുവൻ അദ്ദേഹത്തിന്റെ കാൽക്കൽ നമസ്കരിക്കുന്നു എന്നായിരുന്നു ദേവ്ഡയുടെ പ്രസ്താവന. സംഗതി വിവാദമായതോടെ കക്ഷി പതിവ് പോലെ കിടന്ന് ഉരുണ്ടുകളി തുടങ്ങിയിട്ടുണ്ട്. താൻ പറഞ്ഞത് മാധ്യമങ്ങൾ വ്യാഖ്യാനിച്ചതിൽ വന്ന കുഴപ്പമാണ് എന്നാണ് പുലിവാല് പിടിച്ചതിൽ പിന്നെ ഇദ്ദേഹത്തിന്റെ ന്യായീകരണം. അതിൽ പുതുമയില്ല. ഒരു രാജ്യത്തിന്റെ പ്രതിരോധ സേനയാണ് സൈന്യം. ആ സൈന്യവും സൈനിക ഉദ്യോഗസ്ഥരും പ്രധാനമന്ത്രിക്ക് പ്രോട്ടോകോൾ അനുവദിക്കുന്ന തരത്തിലുള്ള എല്ലാ ബഹുമാനവും നൽകാറുണ്ട്. അത് സൈന്യത്തിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. അതൊരു വ്യക്തിക്ക് നൽകുന്ന ബഹുമാനമല്ല. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും ഒക്കെ നൽകുന്ന ഔദ്യോഗികമായ ആദരമാണ്. അതിനെ മോദിയുടേതാക്കി മാറ്റുന്നതാണ് അല്പത്തരം. രാജ്യം ഭരിച്ച എല്ലാ പ്രധാനമന്ത്രിമാർക്കും ആ റെസ്പെക്ട് ഇന്ത്യൻ സൈന്യം നൽകിയിട്ടുണ്ട്. അല്ലാതെ മോദിയോട് പ്രത്യേകിച്ച് എന്തെങ്കിലും ബഹുമാനം കാണിക്കാൻ അദ്ദേഹം ദിവ്യനൊന്നുമല്ല. നമ്മുടെ സൈന്യം എല്ലാവർക്കും മുന്നിൽ തല ഉയർത്തി നിൽക്കുന്നവരാണ്, അല്ലാതെ ആർക്കും മുന്നിൽ തല കുമ്പിട്ട് നിൽക്കുന്നവരല്ല. അതിന്റെ ആവശ്യവുമില്ല. പഹൽഗാം ആക്രമണത്തിന് ശേഷമുള്ള തിരിച്ചടി തന്നെ നോക്കൂ. പാകിസ്ഥാൻ നമ്മുടെ സിവിലിയൻസിനെ ആക്രമിച്ചപ്പോൾ നമ്മുടെ തിരിച്ചടി തീവ്രവാദികൾക്ക് നേരെ മാത്രമായിരുന്നു. നമ്മുടെ സൈനിക താവളങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ മാത്രമാണ് നമുക്ക് അവരുടെ സൈനിക താവളങ്ങൾ ആക്രമിക്കേണ്ടി വന്നത്. അപ്പോഴും അവിടെയുള്ള സാധാരണക്കാർക്ക് അപായമുണ്ടാകാതെ നമ്മുടെ സൈന്യം ശ്രദ്ധിച്ചു. ഈ മനുഷ്യത്വമാണ്, മാനവികതയാണ് നമ്മുടെ സൈന്യത്തെ ലോകത്തെ മറ്റേത് രാജ്യത്തെ സൈന്യത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ആ സേനയെയാണ് ചില ഏഴാം കൊടികൾ മോദിയുടെ കൂലിപ്പടയാക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും അരുണാചൽ പ്രദേശിലെ 27 സ്ഥലങ്ങൾക്ക് പേരിട്ടുകൊണ്ട് ചൈന ഇന്ത്യക്കുമേൽ ആധിപത്യം കാണിച്ചിരിക്കുന്നത് ഇതേ മോദിയുടെ കാലത്താണ്. അതിനെതിരെ കേവലം പ്രസ്താവന ഇറക്കുന്നതിനപ്പുറം എന്തു ചെയ്യാനായി എന്നത് പ്രധാനമാണ്. നമ്മുടെ രാജ്യത്തെ പ്രവിശ്യകൾക്ക് ഒരു വിദേശ രാജ്യം പേരിടുന്ന അവസ്ഥ വരെയുണ്ടായ മോദി കാലത്താണ് ഇത്തരം അഭിനവ മാരീചന്മാർ വാഴ്ത്തുപാട്ടുകളുടെ വേഷം കെട്ടലുകളുമായി നാട്ടുകാരെ പറ്റിക്കാൻ ഇറങ്ങുന്നത്.